ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്കൂളൊക്കെ പൂട്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇപ്പോൾ ടർക്കിക്ക് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളുള്ളത് ദുബായ് എയർപോർട്ടിലാണ്, ലോഞ്ചിലാണ്. അപ്പോൾ ഞങ്ങൾ 2-3 ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 7 days ട്രിപ്പ് പോവാമെന്ന് വിചാരിച്ചു. ടർക്കി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നില്ല. അന്റാലിയ, കപ്പഡോക്യ എന്ന 2 സ്ഥലങ്ങളാണ് ഞങ്ങൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കാണാം അവിടുത്തെ വിശേഷങ്ങളൊക്കെ. ഓക്കെ, ഞങ്ങളുടെ ഫ്ലൈറ്റ് പുലർച്ചെ 2:30 കേട്ടോ. ദുബായിൽ നിന്ന് 4 മണിക്കൂർ യാത്രയാണ് അന്റാലിയ എയർപോർട്ടിലേക്കുള്ളത്. നമ്മൾ ഇറങ്ങാൻ പോകുന്ന അന്റാലിയയിലാണ് കേട്ടോ. അങ്ങനെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലോഞ്ചിൽ ഭക്ഷണം കഴിക്കാൻ കയറി. അങ്ങനെ മോർണിംഗ് ഒരു 6:30 ആകുമ്പോഴേക്കും അന്റാലിയ എയർപോർട്ടിൽ ഞങ്ങൾ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ വണ്ടിയിലേക്ക് പോകാം കേട്ടോ. ഇതാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ബുക്ക് ചെയ്ത വണ്ടി. ഒരു 15 സീറ്റർ വെഹിക്കിളാണ് കേട്ടോ. ഇപ്പം നമ്മൾ പോണത് നേരെ കപ്പഡോക്യയിലേക്കാണ്. അന്റാലിയയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറോളം യാത്രയുണ്ട് കപ്പഡോക്യയിലേക്ക്. ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആദ്യം കപ്പഡോക്യ ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം തിരിച്ചുടനെ വരാമെന്നാണ്. വഴിയിൽ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി. പംകിൻ്റെ വലുപ്പമുണ്ടോ? ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഇത് ഒറിജിനലാണോ എന്ന്. നല്ല ഒറിജിനൽ സാധനം, റിയൽ പംകിൻ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു കേട്ടോ. ദ ലാൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ഹോഴ്സസ്, അതാണ് കപ്പഡോക്യ എന്ന പേരിൻ്റെ മീനിങ്. അങ്ങനെ ഒരു 6:30 മണിയായപ്പോൾ ഞങ്ങൾ കപ്പഡോക്യ എത്തി. ഇത് കപ്പഡോക്യ മെയിൻ സിറ്റിയാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തത് പെമ എന്ന് പറഞ്ഞ ഒരു കേവ് ഹോട്ടലാണ്. 6 ബെഡ്റൂമുള്ള ഈ ഹോട്ടൽ മുഴുവനായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ 3 ഫാമിലിക്കും കൂടെ വേണ്ട അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് കിച്ചൺ ഫെസിലിറ്റി. എയർബിഎൻബി വഴിയാണ് കേട്ടോ ഞങ്ങൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹോസ്റ്റ്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ടർക്കിഷ് ലാംഗ്വേജേ അറിയുള്ളൂ. ഞങ്ങൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ട്രാൻസ്ലേറ്റർ വഴിയാട്ടോ. അവർ ഓരോ ബെഡ്റൂമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കപ്പഡോക്യയിൽ വരുന്ന എല്ലാവരും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാട്ടോ കേവ് ഹോട്ടൽ സ്റ്റേ. അത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം.
ഇവിടെ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കേവ് ഹോട്ടൽസും കേവ് ഹൗസസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ട്, അപ്പോൾ ഞാനോട് കയറാൻ വെച്ചു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഇറങ്ങി നടന്നിട്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയിട്ടോ. കാരണം ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. തലേന്ന് രാത്രി ഫ്ലൈറ്റ് കയറി, പിന്നെ അതിന് ശേഷം ഇവിടെ എത്തിയിട്ട് 8 hours ട്രാവൽ ചെയ്തിട്ടാണ് കപ്പഡോക്കിയ എത്തിയത്. അപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു. അതുമാത്രമല്ല, പിറ്റേ ദിവസം ഏർലി മോർണിംഗ് ഞങ്ങൾക്ക് ഹോട്ട് എയർ ബലൂൺ റൈഡിന് പോകാനുള്ളതാണ്. അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ.